ഗാന്ധി ജയന്തിക്ക് കേരളത്തിലുള്ളവർക്ക് ഏറ്റവും വലിയ സംഭാവന പലസ്തീൻ ഐക്യദാർഢ്യം. വാ, പലസ്തീന്റെ മനുഷ്യാവകാശം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇടതുപക്ഷ ബുദ്ധിജീവികൾക്കും ഡിവൈഎഫ്ഐക്കാർക്കും SFIക്കാർക്കും ഒക്കെ അങ്ങനെ രോമം എഴുന്നേറ്റ് നിൽക്കും, രക്തം തിളയ്ക്കും. ഇടയ്ക്ക് വെച്ചപ്പോഴോ കാശ്മീരിൽ കർഫ്യൂ പ്രഖ്യാപിച്ച 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞ ആ സമയത്ത് അവിടെ കുറച്ച് നാളത്തേക്ക് ഇന്റർനെറ്റ് കട്ട് ചെയ്തു. അത് എന്തിനാണ്? തീവ്രവാദികൾ തമ്മിൽ കണക്ട് ചെയ്ത് യവന്മാർ അവിടെ അലമ്പുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ കാശ്മീരിൽ നിങ്ങൾ സഖാക്കൾ തന്നെ ടൂർ പോകുന്നുണ്ട്, ഞാൻ പറയുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ അടുത്ത് താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ഇന്റർനെറ്റ് പൂർണ്ണമായി വിച്ഛേദിച്ചു. താലിബാൻ എന്ന് പറഞ്ഞാൽ ആകാശത്ത് നിന്ന് താഴേക്ക് വീണ പൊന്നുംകട്ടയൊന്നുമല്ല, നല്ല ക്ലാസ് മതവിഷമാണ്. ആ സാധനം ആ നാട്ടിലുള്ള സ്ത്രീകളുടെ എല്ലാ ജീവിതവും ദുസ്സഹമാക്കുകയാണ്. സാധാരണക്കാർക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യ, ആവശ്യത്തിന് ഭക്ഷണമില്ല, മരുന്നില്ല, ഒരു വഴക്കില്ല, അവന്മാർക്ക് മതം മാത്രം മതി. അഫ്ഗാനിസ്ഥാൻ ജനതയ്ക്കുള്ള ഇന്റർനെറ്റ് കട്ട് ചെയ്തത് അവരുടെ ജനാധിപത്യ അവകാശങ്ങൾക്ക് എതിരെയുള്ള വെല്ലുവിളിയാണ് എന്ന് പറഞ്ഞ് താലിബാനെതിരെ ഒരു പ്രകടനം, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അറ്റ്ലീസ്റ്റ് ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് എങ്കിലും ഇടാൻ നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ, നിങ്ങളെ കൂട്ടത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടെങ്കിൽ ഐ ചാലഞ്ച്, നിങ്ങൾക്ക് ചെയ്യാനുള്ള ധൈര്യമുണ്ടോ? താലിബാനെതിരെ നിങ്ങൾ ചെയ്യുമോ? നിങ്ങൾ പലസ്തീന്റെ മനുഷ്യാവകാശത്തിന് വേണ്ടി കുരയ്ക്കുമ്പോൾ ചില സ്ഥലത്തോട്ട് നിങ്ങളെ ദൃഷ്ടി എത്താത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 1989 കാശ്മീരിൽ തീവ്രവാദികളുടെ ശല്യം കാരണം, തീവ്രവാദികളുടെ ആക്രമണം കാരണം, വർഗീയ ലഹള കാരണം അവിടെ നിന്നും ഓടിപ്പോയി സ്വന്തം രാജ്യത്ത് അഭയാർത്ഥികളായി ജീവിക്കേണ്ടി വന്ന കാശ്മീരി പണ്ഡിറ്റുകളെ തിരിച്ചവരുടെ ഗൃഹങ്ങളിൽ എത്തിപ്പിച്ചോ നരേന്ദ്രമോദി എന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും ഒരു ചോദ്യം ചോദിക്കാൻ തയ്യാറാണ് എങ്കിൽ ഈ പലസ്തീൻ ഐക്യദാർഢ്യത്തിന് പിന്തുണ നൽകാൻ എത്രയോ പേരുണ്ടാവും. ഞങ്ങളും വരും, ഒരു പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾക്ക് വോട്ട് മുഖ്യം. നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ഈ നാട്ടിൽ കാണിച്ചു കൂട്ടുന്നത്? ഈ സംസ്ഥാനത്തിന്റെ നിലവിലുള്ള എല്ലാ സമാധാനവും തകർക്കുന്ന വർഗീയ വിഷങ്ങളായി ഇന്നത്തെ പലസ്തീൻ ഐക്യദാർഢ്യത്തോടു കൂടി നിങ്ങൾ മാറിയിരിക്കുന്നു. പൂർണ്ണമായും മാടമ്പള്ളിയിലെ ചിത്തരോഗികൾ ഇപ്പോൾ ആരാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു.